എൻ്റെ പേര് ഷൈനി. ഞാൻ UK-യിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ 20 വർഷമായിട്ട് അവിടെയാണ്. ഞങ്ങളുടെ മോള് റോസ്മിൻ. ഞാൻ ഉടമ്പടി സാക്ഷ്യം എടുക്കാനുണ്ടായ കാരണം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. വലിയ വിശ്വാസമൊന്നുമല്ല, എനിക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം ഞങ്ങൾ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോവുകയും ധ്യാനങ്ങൾ അറ്റൻഡ് ചെയ്യുകയും വീട്ടിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു കുടുംബമായിരുന്നു. പക്ഷേ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ആദ്യം എനിക്ക് കേട്ടപ്പോൾ എനിക്ക് വന്നത്, എന്താ ഒരു മാതാവിന് ഞാൻ ഈശോയ്ക്ക് മാത്രം 1-ാം സ്ഥാനം കൊടുക്കുകയുള്ളൂ എന്ന് തന്നെയായിരുന്നു എൻ്റെ നിശ്ചയം. അതിപ്പോഴും അങ്ങനെ തന്നെയാകട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇത് പട്ടിക്കലൊക്കെയാണ്, അതിൽ അങ്ങനെ പോവുകയൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി 2023 സെപ്റ്റംബർ 13 എടുത്തത്. അതിന് മുമ്പ് 2 പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോഴും ഞാനിവിടെ വന്നിരുന്നു. പക്ഷെ ഉടമ്പടി ഒന്നും എടുത്തില്ല. ഞാൻ ഇവിടെ വന്നു, ഇരുന്നു, പ്രാർത്ഥിച്ചു, ഞാൻ കടന്നുപോയി. പക്ഷേ എനിക്ക് അപ്പോൾ തോന്നിയ ഒരു കാര്യം, അത് കഴിഞ്ഞ് എനിക്ക് ഈ ഉടമ്പടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്ന അപ്പോൾ എനിക്ക് തോന്നിയത്, മാതാവ് തന്നെയാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത് ഇത് പറയിപ്പിക്കാനായിട്ട്. കാരണം ഇവൾ BDSന് 5-ാം വർഷം പഠിക്കുമ്പോൾ ഇവൾ ബൾഗേറിയയിലാണ് പഠിച്ചത്. അപ്പോൾ ഇവൾക്ക് അവിടെ തന്നെ പേഷ്യൻസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്ച്വലി അവസാനത്തെ എക്സാമിന് 4 ചാൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമിന് ഇവൾ തന്നെ പേഷ്യൻറ്റിനെ കണ്ടുപിടിച്ചു. പക്ഷേ പേഷ്യൻ്റ് പരീക്ഷയുടെ സമയത്ത് വന്നില്ല. അങ്ങനെ ആദ്യത്തെ ചാൻസ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ചാൻസ് ഇവൾ പരീക്ഷയ്ക്ക് ചെന്നു. പക്ഷേ ഒരു പേപ്പർ, ആ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള എക്സ്റേയുടെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു, പറ്റത്തില്ല, ആ പേപ്പർ കൊണ്ടുവരാതെ എക്സാം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചാൻസ് നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ചാൻസിൻ്റെ അകത്ത് പേഷ്യൻറ്റിനെ കണ്ടുപിടിച്ചു, എക്സാം തുടങ്ങി. അപ്പോൾ ഓൾറെഡി ഇവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് എക്സാമിന് പോകുന്നത്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇവർക്ക് റൂട്ട് കനാലായിരുന്നു അന്നത്തെ പ്രൊസീജിയർ. അപ്പോൾ റൂട്ട് കനാലിന് പറ്റിയ ഒരു പേഷ്യൻറ്റ് തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. പക്ഷേ ഇവൾ പല്ല് തുറന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് റൂട്ട് കനാലിന് ചെയ്യാൻ പറ്റില്ല, ഈ പേഷ്യൻറ്റിന് ഇത് റൂട്ട് കനാൽ ആവശ്യമില്ലാത്തൊരു പേഷ്യൻ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവളുടെ 3-ാമത്തെ ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ 4-ാമത്തെ ചാൻസാണ്, അവൾ പേഷ്യൻറ്റിനെ ഒത്തിരി നോക്കി, പക്ഷേ പേഷ്യൻറ്റിനെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി നാട്ടിൽ അമ്മച്ചിക്ക് പ്രായമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്ന് പോകാറുണ്ട്. അപ്പോൾ ആ ഇതിൽ ഞാൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു നാട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ എന്തായാലും നാട്ടിൽ പോകുമല്ലേ, നീ കൃപാസനത്തിലൊന്ന് സത്യം പറഞ്ഞാൽ ഞാനത് മനസ്സോടെയൊക്കെയാണ് കേട്ടതെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അത് പേപ്പർ കൊണ്ടുപോയി ബാക്കിയുള്ള എല്ലാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബൈബിൾ വായനയും പ്രാർത്ഥനയും കുമ്പസാരവും അതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നുകൂടി ഞാൻ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവളുടെ എക്സാം ഒക്ടോബർ 10 അപ്പോൾ ഒക്ടോബർ 10 എക്സാമിന് ഇവൾക്ക് ആ 2-3-4 ദിവസം വഴി, അതായത് മൺഡേ മോർണിംഗ് 7:30 എക്സാം. തേഴ്സ്ഡേ വരെ ഇവൾക്ക് പേഷ്യൻറ്റിനെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു, മമ്മി എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ വർഷം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ് അപ്പോൾ പപ്പയും പറഞ്ഞു, പരീക്ഷ ജയിച്ചാലും ജയിച്ചില്ലേലും നമ്മൾ കുടുംബമായിട്ട് നിന്ന് ഇതിനെ നേരിടും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നമ്മൾ വിശ്വാസത്തിൽ തന്നെ നിൽക്കും, അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിന്ന് ഞങ്ങൾ ഇവളുടെ പരീക്ഷ കഴിഞ്ഞു. ഇവൾക്ക് പരീക്ഷ പാസ്സായി, പേഷ്യൻറ്റിനെ കിട്ടി. അപ്പോൾ അന്ന് റൂട്ട് കനാലിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ് പേഷ്യൻറ്റിനെ കൊണ്ടാണ് ഇവൾ എക്സാമിന് പോയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഒരു പേഷ്യൻറ്റിനെ കിട്ടിയിട്ടുണ്ടല്ലോ, നീ പോവാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻ്റ് ആക്ച്വലി റൂട്ട് കനാലിന് പറ്റിയൊരു പേഷ്യൻ്റായിരുന്നു. അങ്ങനെ അവൾ 5-ാം വർഷത്തെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഈ പേപ്പർ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ വീടുകളിലൊക്കെ അവിടെ ഇപ്പോൾ ഇതുപോലെ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡും മോനും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാം, വീടുകളിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല എന്നോട് പറഞ്ഞു, അന്ന് ഞങ്ങൾ ഓരോ വീടുകൾ പല വണ്ടിക്ക് പോകണമല്ലോ, അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, പക്ഷേ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാനെന്താ അങ്ങനെ ആയിപ്പോയേ. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു 100 പേരുടെ പേര് ലിസ്റ്റ് ഉണ്ടാക്കി എഴുതിയെടുത്തു. എൻ്റെ ഫോണിലുള്ള കോൺടാക്റ്റുകളൊക്കെ വെച്ചിട്ട് ഞാൻ 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. ഞാൻ ഓരോരുത്തരും ഇരുന്ന് വിളിച്ചിട്ട് ഞാൻ ഇവളുടെ ഈ സാക്ഷ്യം ഞാൻ ഓരോരുത്തരോടും
ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു, അവളുടെ കാര്യം ഇങ്ങനെ അങ്ങനെ എനിക്ക് പെട്ടെന്ന് മാതാവിനോട് വേറൊരു തരത്തിലുള്ള ഞാൻ കൊന്തയില്ലാത്തൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു അന്നാൾ വരെ. ഞാൻ കൊന്തയൊക്കെ ചെല്ലും, മാതാവിനോട് നടക്കണ വഴിക്കൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് എന്തോ കൃപാസനം മാതാവിന് മുൻഗണന കൊടുക്കുന്നു എന്നൊരു തോന്നൽ. പക്ഷെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ഉടമ്പടി എടുത്ത സമയത്തുള്ള ടോക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ പറഞ്ഞതൊന്നും എല്ലാം സത്യം വേറെയാണ്. ഇതിവിടെ കൊടുക്കുന്നത് ഈശോയ്ക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം, മാതാവിനല്ല. പക്ഷേ മാതാവിനോട് നമ്മൾ അപേക്ഷിക്കുന്നു, മധ്യസ്ഥം വഹിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും ഞാൻ ആ പ്രാർത്ഥനകളെല്ലാം ചെല്ലാൻ തുടങ്ങി. അതുപോലെ 6ാം വർഷത്തെ പരീക്ഷയുടെ സമയത്ത് ഇവള് എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് ഈ പരീക്ഷ ഭയങ്കര ഹാർഡാണ്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് വരുമായിരുന്നു. ഞാനത് ഇപ്പോഴും ഓർക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു, മമ്മി എനിക്ക്. അപ്പം ഞാൻ പോകാൻ നേരത്ത് ഇവൾക്ക് കാശുരൂപം കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു, നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കാശുരൂപം കയ്യിൽ വെച്ചിട്ട് പോകണം. അതുപോലെ ഉപ്പ് നീ പേപ്പറിൽ ഇച്ചിരി. അപ്പോൾ പറഞ്ഞു, ഹാളിൽ ഭയങ്കര ചെക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ വിരലിൻ്റെ ഉള്ളിലായാലും ഇച്ചിരി ഉപ്പ് വെച്ചിട്ട് പോയിട്ട് നീ ഇട്ടോണം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മമ്മി ഞാൻ പരീക്ഷയൊക്കെ എഴുതി, പക്ഷേ എനിക്കറിയത്തില്ല, അവർ ചോദിച്ചതിനൊന്നുമല്ല ഞാൻ ഉത്തരം എഴുതിയത്, എനിക്ക് അങ്ങനെ എഴുതാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്തെങ്കിലും ആവട്ടെ, അത് നടത്തിക്കോളാം, മാതാവ് നടത്തിക്കോളാം, നമ്മൾ ഉടമ്പടി എടുത്തണമല്ലേ. പക്ഷെ അവൾ 6ാമത്തെ പരീക്ഷയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജയിച്ചു. അവൾക്ക് എല്ലാം ഇത് കഴിഞ്ഞു. അവൾക്ക് ഇപ്പം ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ അവൾ ജോലിക്ക് കയറും. എല്ലാം നൽകി തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് റോസ്മിൻ. ഞങ്ങൾ UK-ലായിട്ടൊരു 20 വർഷമായി. ഞാൻ ബൾഗേറിയയിലാണ് പഠിച്ചത് ഡെൻറ്റിസ്ട്രി. അവിടുത്തെ മമ്മി പറഞ്ഞ പോലെ തന്നെ എൻ്റെ 5ാമത്തെ വർഷവും 6ാമത്തെ വർഷവും കുറച്ച് പാടായിരുന്നു. 5ാമത്തെ വർഷത്തിൽ പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വിശ്വാസം പറഞ്ഞു, സത്യം പറഞ്ഞാൽ എൻ്റെ അവസാനത്തെ പരീക്ഷയിലായിരുന്നു. ഞാൻ ടോപ്പിക് എടുത്തപ്പോൾ എനിക്ക് അറിയാവുന്നൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ലായിരുന്നു. എന്താ എഴുതണ്ടേ, എങ്ങനെയാണ് എഴുതണ്ടേ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. എന്താ എഴുതണ്ടേന്ന് അറിയാതെ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ എക്സാം തീരാനെങ്ങാണ്ട് ഒരു 20 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ മനസ്സ് വരുന്നതെന്ന് വെച്ചാൽ ഞാനത് എഴുതി വെച്ചു. ഞാൻ പിന്നെ കാശ് രൂപം എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ പുറത്ത് പോയി ഞാൻ ആ രൂപം പിടിച്ച് ഒരുപാട് നേരം ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടീച്ചർ വന്ന് പറഞ്ഞു, എല്ലാവരും പാസ്സായി എന്ന് പറഞ്ഞു. പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾ സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും തന്നെ പള്ളി പോകാറുണ്ട്. പറ്റുവാണെങ്കിൽ തന്നെ കുടുംബമായിട്ട് തന്നെയാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആയതുകൊണ്ട് മൺഡേ, ഫ്രൈഡേ, സൺഡേയിലൊക്കെ ഈവനിങ് മാസുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പോകും. പിന്നെ ദിവസങ്ങളിൽ ഡ്യൂട്ടിയുടെ അനുസരിച്ച് രാവിലെയൊക്കെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പോകും. പ്രാർത്ഥന ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, അതായത് എനിക്കെപ്പോഴും വൈദികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും ജപമാല ചൊല്ലി വൈദികർക്ക് വേണ്ടിയൊക്കെ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ വേറെ പോയി ഇതുപോലെ അനാഥാലയം അങ്ങനെയൊന്നും അവിടെ പോകാൻ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കിട്ടുന്ന പൈസയുടെ 10% മാറ്റിവെച്ച് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആരെന്ത് വന്ന് ചോദിച്ചാലും പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. യെശയ്യാ 1:19